മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 20 ശനി. വികസന പദ്ധതികളുടെ വിതരണത്തിലെ അസമത്വം ഈ ബജറ്റിലും മുഴച്ചു നിൽക്കുന്നു. വി ഡി സതീശൻ അവതരിപ്പിച്ച കന്നി ബജറ്റ് നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികളുടെ രൂപരേഖ എന്നതിനപ്പുറം കൃത്യമായ നയപ്രഖ്യാപനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നയം വ്യക്തം, വെല്ലുവിളികളേറെ. അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ദിശാസൂചിക എന്ന ആമുഖത്തോടെ ധനകാര്യ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച കന്നി ബജറ്റ് നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികളുടെ രൂപരേഖ എന്നതിനപ്പുറം കൃത്യമായും ഒരു നയപ്രഖ്യാപനമാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ പുതിയുഗ കേരള യാത്രക്കാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പ്രവർത്തന രേഖയാണിത് എന്ന് പറയാം. അതോടൊപ്പം മുൻ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം വിമർശന വിധേയമാക്കിയ പദ്ധതികളുടെയും നയങ്ങളുടെയും തിരുത്തുമാണ് ഈ പുതിയ ബജറ്റ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ പുതിയ കാലത്തേക്കും ദിശയിലേക്കും പരിവർത്തിപ്പിക്കാൻ പര്യാപ്തമായ നവീനമായ ഒട്ടേറെ ആശയങ്ങൾ കൊള്ളുന്ന നയരേഖ എന്ന നിലയിൽ ഈ ബജറ്റ് പ്രതീക്ഷകൾ ഉണർത്തുന്നുണ്ട്. എന്നാൽ അവ ചില ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുമുണ്ട്. പോപ്പുലിസത്തിന്റെ അതിപ്രസരത്തോടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി കയ്യടി നേടുക എന്നതിനപ്പുറം കൃത്യമായൊരു നയരൂപവൽക്കരണത്തിലൂടെ അവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നിലമൊരുക്കുക എന്ന സമീപനമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് തോന്നുന്നു. അതിനാൽ ബജറ്റിൽ വിസ്മയങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം നിരാശപ്പെടേണ്ടി വരും. നിലവിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പലവിധ വെല്ലുവിളികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാമ്പത്തിക വെല്ലുവിളി തന്നെയാണ്. 5 ലക്ഷം കോടിയിൽ പരമാണ് കേരളത്തിന്റെ കടം. റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളത്തിനും പെൻഷനും പലിശ അടയ്ക്കുന്നതിനുമൊക്കെയായി നീക്കിവെക്കേണ്ടി വരുന്നു. തനത് നികുതി വരുമാനമാകട്ടെ പ്രധാന സംസ്ഥാനങ്ങളുടെ വരുമാന ശരാശരിയേക്കാൾ കുറവുമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതവും പലപ്പോഴും കിട്ടുന്നുമില്ല. ഈ പ്രതിസന്ധിക്കൊപ്പം സംസ്ഥാന ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ യുവാക്കൾ കുറയുകയും വയോജനങ്ങൾ കൂടുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ യുവാക്കളാവട്ടെ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലി തേടിയുമെല്ലാം നിത്യപ്രവാസത്തിലേക്ക് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക പരാധീനതകളും ജനസംഖ്യാ വിതരണ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികളും പരിഹരിക്കാൻ പരമ്പരാഗത മാർഗങ്ങൾ മതിയാവില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. അതുകൊണ്ട് തന്നെ ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും അതുവഴി ഖജനാവിൽ പണം സമാഹരിച്ച് നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ബജറ്റ് പ്രസംഗം വ്യക്തമാക്കുന്നുണ്ട്. ഈ സമീപനത്തോട് വിയോജിക്കാവുന്ന ഒട്ടേറെ മേഖലകൾ ഉണ്ടാകാമെങ്കിലും ഇതൊരു കൃത്യവും കെട്ടുറപ്പുള്ളതുമായ നയമാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഇതിനെ ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാനാവില്ല. 2026 ജനുവരി 29 കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിന്റെ പുതുക്കൽ മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രസ്തുത ബജറ്റിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, കേന്ദ്ര നികുതി വീതം തുടങ്ങിയ ഇനങ്ങളിലായി 20,500 കോടി രൂപ അധികമായി കണക്കാക്കിയിരുന്നു. സ്വാഭാവികമായും അത്രയും തുകയുടെ കുറവ് പുതുക്കിയ ബജറ്റിലുണ്ടായതിനാൽ ആനുപാതികമായി അടങ്കൽ തുകയിലും കുറവ് വന്നിട്ടുണ്ട്. അപ്പോഴും സംസ്ഥാനത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് പണം നീക്കിവെച്ചതിനൊപ്പം UDFന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ തുക വകവരുത്തിയിട്ടുണ്ട്. അടങ്കൽ തുകയിൽ കുറവ് വന്നപ്പോഴും SC/ST വിഭാഗങ്ങൾക്കായി നീക്കിവെച്ച തുകയിൽ കുറവ് വന്നില്ല എന്നതും കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആദ്യ ബജറ്റിനേക്കാൾ കൂടുതൽ തുക മാറ്റിവെച്ചു എന്നതും ഈ സർക്കാരിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള കരുതലായി കാണാനാവും. മത്സ്യത്തൊഴിലാളി സമൂഹത്തിനും വലിയ പരിഗണന ലഭിച്ചിരിക്കുന്നു. ഇതിനു പുറമെയാണ് പുതിയ ആശയങ്ങൾ ബജറ്റ് ചർച്ചയാക്കുന്നത്. അതിലേറ്റവും പ്രധാനം മിഷൻ സമുദ്രയാണ്. കേരളത്തിലെ വലുതും ചെറുതുമായ തുറമുഖങ്ങളെയും ജലസ്രോതസ്സുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ലോക മാരിടൈം ഭൂപടത്തിൽ നമ്മുടെ നാടിനെയും അടയാളപ്പെടുത്തുകയും അതുവഴി പുതിയൊരു കടൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ പദ്ധതിക്ക് വലിയ സാധ്യതകളുണ്ട്. എന്നാൽ അതിൻ്റെതായ അപകടങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുള്ള വികസന സ്വപ്നങ്ങൾക്ക് അർത്ഥമുള്ളൂ. വൺ കേരള, ഡെസ്റ്റിനേഷൻ പോയിന്റ്, ട്രൈബൽ യൂണിവേഴ്സിറ്റി തുടങ്ങി ഒട്ടേറെ പുതിയ ആശയങ്ങളും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച ആശയങ്ങളുടെ പ്രയോഗവൽക്കരണം എങ്ങനെ എന്നതാണ് അവശേഷിക്കുന്ന ഒരു ചോദ്യം. ബജറ്റ് പ്രസംഗത്തിലും അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നുണ്ട്. അത് സ്വകാര്യ നിക്ഷേപത്തിന്റെ മാർഗങ്ങളാണ്. കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലടക്കം വൻ സ്വകാര്യ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നതാണ് വി ഡി സതീശൻ അവതരിപ്പിച്ച ആശയങ്ങളിൽ പലതും. മിഷൻ സമുദ്ര സമ്പൂർണ്ണമായും അത്തരമൊരു പദ്ധതിയാണ്. സ്വാഭാവികമായും ആ പദ്ധതികളുടെ മുന്നോട്ടുപോക്കൽ സർക്കാരിന് വിമർശനങ്ങളുണ്ടാവും. അതോടൊപ്പം വികസന പദ്ധതികളുടെ വിതരണത്തിലെ അസമത്വം ഈ ബജറ്റിലും മുഴച്ചു നിൽക്കുന്നു. പുതുതായി വരുന്ന 2 മെഡിക്കൽ കോളേജുകളും തെക്കൻ കേരളത്തിലാണ്. പതുപോലെ അപ്ഗ്രേഡിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ് മലബാറിലെ ആതുരാലയങ്ങൾ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മലബാറിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ഈ ആശയബാഹുല്യങ്ങൾക്കിടയിലും പരിഹാരം കാണാനായില്ല എന്നതും നിരാശാജനകമാണ്. അതേസമയം പുതിയ ജില്ലകളുടെ രൂപവൽക്കരണം സംബന്ധിച്ച പുതിയ പഠന നിർദ്ദേശം സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെ.
എന്തായാലും ടീം UDFന്റെ വികസന സാമ്പത്തിക നയം VD സതീശൻ സംശയലേശമന്യെ വ്യക്തമാക്കിയിരിക്കുന്നു. അവയുടെ പ്രയോഗവൽക്കരണത്തിലേക്കുള്ള പാത അത്യന്തം ദുർഘടമാണ് എന്ന യാഥാർത്ഥ്യബോധവും സർക്കാരിനുണ്ട് എന്നാണ് ബജറ്റ് പ്രസംഗത്തിന്റെ പ്രാഥമിക വായനയിൽ നിന്ന് സാമാന്യമായി മനസ്സിലാകുന്നത്. മാധ്യമം പോഡ്കാസ്റ്റ്.